പെണ്ണിന് വേണ്ടി പോലും ഞാൻ അത്ര കാത്തുന്നില്ല. സൂര്യക്ക് വേണ്ടി ഇനി കാത്തിരിക്കും. A movie from the Tamil Grammatic Universe. Edarkum Thurindavan, starring സൂര്യ. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന അലമ്പുകളാണ് ഈ പടത്തിന്റെ കഥാതന്തു. ഗ്രാമത്തിലെ പ്രശ്നമായത് തന്നെ ഒന്നെങ്കിൽ സ്ത്രീ വിഷയം, അല്ലെങ്കിൽ കർഷക വിഷയം, അല്ലെങ്കിൽ ഫാക്ടറി വിഷയം. ഇതിൽ ഏതെങ്കിലും ഒന്നാവും പ്രശ്നം. ഇതിൽ സംഭവം സ്ത്രീ വിഷയമാണ്. അപ്പൊ കഥ നടക്കുന്നത് രാജസിംഗമംഗലം എന്ന ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിനുള്ളിൽ തന്നെ രണ്ട് വേറെ ഗ്രാമങ്ങളുണ്ട്, തെന്നാടും വടനാടും. ഇവിടെയുള്ള എല്ലാവരും മാമ മച്ചാൻ മാതിരിയാണ്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമവാസികൾക്ക് ഭയങ്കര സംഭവമാണ്. ഇവിടെ ഒരു പെൺകുട്ടി ജനിച്ചാൽ ഇവരൊക്കെ കൂടി 111 മരം നടും. അങ്ങനെ മരം തട്ടി നടക്കാൻ പറ്റാത്ത ഒരു ഗ്രാമമായി മാറും രാജസിംഗമംഗലം. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാവും തെന്നാട്ടിൽ നിന്ന് വടനാട്ടിലേക്ക് കെട്ടിച്ചു കൊടുത്ത ഒരു പെണ്ണ് അവൾ നട്ട മരത്തിൽ കയറി തന്നെ ആത്മഹത്യ ചെയ്യുന്നത്. അതോടെ സുഹൃത്തുക്കളെ പോലെ കഴിഞ്ഞിരുന്ന രണ്ട് നാടുകളും തമ്മിൽ ജന്മ ശത്രുക്കളായി മാറി. ഇതിൽ തെന്നാട്ട് ടീമിന്റെ മെയിൻ ആളവും നമ്മുടെ സൂര്യണ്ണൻ. തെന്നാട്ടിലെ ആൾക്കാർ ആരെങ്കിലും തൊട്ടുവെന്നറിഞ്ഞാൽ അണ്ണൻ ഉണരും. എല്ലാത്തിനും നല്ല അടി കൊടുക്കും. സൂര്യ അച്ഛനും അമ്മയും ഒക്കെയായി പാസപരമായി ജീവിക്കുന്ന ഒരു യുവാവും. തെന്നാട് ഗ്രാമത്തിന്റെ പ്രധാന വക്കീലും ഇങ്ങനെയാണ്. വക്കീലാണെങ്കിലും വണ്ടി മോഷണമാണ് ഇങ്ങരുടെ പ്രധാന പാഷൻ. കാർ അൺലോക്ക് ആക്കാൻ പുതിയ ഐഡിയ ഒക്കെ ആയിട്ടാണ് അണ്ണന്റെ വരവ്. ഇപ്പൊ കാറിന്റെ ചാവി നമ്മൾ വീട്ടിൽ വെച്ച് മറന്നെന്ന് വെക്കേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? വീട്ടിലേക്ക് ഒരു വീഡിയോ കോൾ അങ്ങ് ചെയ്യുക. എന്നിട്ട് വീട്ടുകാരോട് പറയുക ഫോണിന്റെ ചാർജ് കുത്തുന്ന സ്ഥലത്ത് ആ ചാവി വെച്ച് ആ ബട്ടൺ അമർത്താൻ. അവിടെ ബട്ടൺ അമർത്തിയാൽ ഇവിടെ വണ്ടി അൺലോക്ക് ആവും. അണ്ണനെ പാണ്ഡ്യരാജ് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് ഫോർവേഡ് ആക്കി പറ്റിച്ചതാണെന്ന് തോന്നുന്നത്. അടുത്ത സൂര്യ പാണ്ഡ്യരാജ് പടം ഫ്രൂട്ടി ലേഡീസ് കാറിന്റെ ബ്ലഡ് കലങ്ങിയതിനെതിരെ ഫാക്ടറി പൂട്ടിക്കാൻ നടക്കുന്ന ഒരു യുവാവിന്റെ കഥയാണെന്ന് കേട്ടെ. അങ്ങനെ സൂര്യണ്ണന്റെ സ്കിൽസ് ഒക്കെ കണ്ട് അണ്ണനൊരു കുട്ടി സെറ്റ് ആവും. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ കുട്ടി വടനാട്ടിലെ കുട്ടിയാണ്. പിന്നെ ഇവളുമായിട്ടുള്ള കുറച്ച് റൊമാൻസും അതിന്റെ ഇടയിൽ കൂടെ കാവലൻ SOSന്റെ ചെറിയൊരു പ്രൊമോഷനും. സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത നമ്മുടെ നാട്ടിൽ സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള ഒരു ആപ്പ് ആയാലോ. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഇതിലൊന്നും അമർത്തിയാൽ വേണ്ടപ്പെട്ടവർക്കെല്ലാം മെസ്സേജ് പോകും. വേഗം ഡൗൺലോഡ് ചെയ്യുക. സോ ഗൈസ്, ചെക്കൻ തെന്നാടും പെണ്ണ് വടനാടുമായോണ്ട് നല്ല രീതിക്ക് ഇവരുടെ കല്യാണം നടക്കില്ല. അതുകൊണ്ട് സൂര്യണ്ണൻ ആ നാട്ടിലൊരു പൂരം നടക്കുമ്പോൾ ആ പെണ്ണിനെ അമ്പലത്തിൽ വെച്ചങ്ങ് കെട്ടും. ആ സന്തോഷത്തിൽ അവർ ഹാപ്പിയായി ജീവിച്ചുകൊണ്ടിരിക്കുകയാവും. ഇനി വില്ലന്റെ ട്രക്ക്. സാധാരണ ഇമാതിരി പടത്തിലൊക്കെ 300 കോടി 500 കോടി ഡീലൊക്കെ നടത്തുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ വിത്ത് ഗവൺമെന്റ് സപ്പോർട്ട് ആവും വില്ലൻ. മിനിസ്റ്റർ, ജഡ്ജ്, കളക്ടർ, എസ്പിന്ന് മൊത്ത ഡിസ്ട്രിക്റ്റും വാഴ്ത്ത കാത്തിട്ടിருக்கு. ഇതിലും വലിയ മാറ്റമൊന്നുമില്ല. ഇപ്രാവശ്യം പോൺ ഹബിന്റെ മുതലാളിയാണ് തമിഴ് ഗ്രാമാറ്റിക് യൂണിവേഴ്സ് വില്ലനായി കൊണ്ടുവന്നിരിക്കുന്നത്. തമിഴ്നാട്, കേരള, ആന്ധ്ര, കർണാടക. ശുദ്ധ പെണ്ണുപിടിയൻ. ഇങ്ങനെ കല്യാണം കഴിച്ചു വന്നതോ സ്ത്രീകളെ ദൈവത്തെ പോലെ കാണുന്ന നമ്മുടെ സൂര്യണ്ണന്റെ ഗ്രാമമായ രാജസിംഗമംഗലത്തെ വടനാട്ടിലേക്കും. അങ്ങനെ വടനാട്ടിൽ സെറ്റിലായ പോൺഹബ് മുതലാളിക്ക് തെന്നാട്ടിലെ പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമാവും. സോ അങ്ങനെ തെന്നാട്ടിൽ 500 പെണ്ണുങ്ങളെ സെറ്റാക്കി പറ്റിച്ച് ഭീഷണിപ്പെടുത്തി പോൺ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് ഹാർഡ് ഡിസ്കിൽ സേവ് ആക്കി വെച്ചിട്ടുണ്ടാവും. 500 പെണ്ണുങ്ങളോട് വീഡിയോ റിലീസ് பண்ண പോறேன். അവസാനം 501ാമത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവർ സെലക്ട് ചെയ്തതോ സൂര്യണ്ണന്റെ ഭാര്യയുടെ ഫ്രണ്ടിനെ. പക്ഷെ ഗൈസ്, അവൾ അതിന് വഴങ്ങിയില്ല. അവിടുന്ന് ഓടുന്ന വഴിക്ക് അവൾ കാവലൻ ആപ്പിൽ അമർത്തും. അതോടെ സൂര്യണ്ണന്റെ വൈഫിന് മെസ്സേജ് പോകും. അത് കണ്ടതും വൈഫ് സൂര്യനോട് പറയും അവളെ പോയി രക്ഷിക്കാൻ. പിന്നീട് ആ പെണ്ണിനോട് ചോദിച്ചപ്പോഴാണ് അണ്ണന് മനസ്സിലാവുന്നത് പോൺ ഹബിന്റെ മുതലാളി തന്റെ തൊട്ടപ്പുറത്തെ ഗ്രാമത്തിലാണ് താമസമെന്ന്. ഇതേപോലെ അങ്ങനെ 500ഓളം പെണ്ണുങ്ങളെ ട്രാപ്പിലാക്കിയിട്ടുണ്ടെന്നും അതിൽ കുറെ പേര് ആത്മഹത്യ ചെയ്തെന്നുള്ള കാര്യവും സൂര്യണ്ണൻ അറിയുകയാണ്. ഇതൊക്കെ അറിഞ്ഞതോടുകൂടി സൂര്യ ഇവന് പണി കൊടുക്കണമെന്ന് തീരുമാനിക്കും. ബട്ട് ഗൈസ്, വില്ലന്മാരുടെ ടീമാണെങ്കിൽ ഈ പെണ്ണ് സൂര്യയുടെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞതും സൂര്യണ്ണനെ ഫുള്ള് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാവും. ഈ സമയമാണ് സൂര്യ ഈ കേസ് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. ഇതറിഞ്ഞ വില്ലൻ തമിഴ്നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചീപ്പ് നമ്പർ അങ്ങ് സൂര്യയുടെ വീട്ടിൽ ഒളിക്യാമറ വെച്ച് സൂര്യയുടെ ഭാര്യയുടെ ന്യൂഡ് എടുത്ത് അത് ലീക്ക് ആക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും.
You have a whole shelf of Lois and the Fat Man's sex tapes? വീഡിയോ ലീക്കാക്കുമെന്നറിഞ്ഞതും അണ്ണനും വൈഫും പതറും, പക്ഷെ തളരില്ല. വൈഫ് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയും, പക്ഷെ സൂര്യണ്ണൻ അതിനെ ധൈര്യപൂർവ്വം നേരിടും. എന്നിട്ട് വൈഫിനെ വെച്ച് ഒരു വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്യും. Wait, what? എന്റെ ന്യൂഡ് ലീക്കാക്കുന്നത് വടനാട്ടിലെ പോൺഹബ് മുതലാളിയാണെന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഉണ്ടാക്കി വില്ലൻ അയച്ചു കൊടുത്ത് ഇത് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഈ ഭീഷണി കണ്ട് പേടിച്ച വില്ലൻ അത് ലീക്കാക്കില്ല. ഈ പടത്തിൽ ആകെ കൊള്ളാവുന്ന ഈ മെസ്സേജ് ആണ്. ഒരു ന്യൂഡ് ലീക്കായാലൊക്കെ എന്താ ഉണ്ടാവും പോണേ, നമ്മളിതാ ഇത്രയല്ലേ ഉള്ളൂ, തല ഉയർത്തി പിടിച്ചങ്ങ് നടക്കുക. പിന്നെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ വിശ്വസ്തരായ ആരോടെങ്കിലും പറയുക, പോലീസിൽ പരാതിപ്പെടുക. സോ ഗൈസ്, അങ്ങനെ സൂര്യണ്ണൻ കോടതിയിൽ ഇത് കേസാക്കും. ബട്ട് അണ്ണൻ കേസ് തെളിയിക്കാൻ തെളിവായി വില്ലന്റെ ഗാംഗിലെ ഒരുത്തനെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അവന് നമ്മുടെ വില്ലൻ പോയി കൊന്ന് സൂര്യയുടെ വീട്ടിൽ കൊണ്ടുപോയിടും. ഇത് കണ്ടത് നാട്ടുകാരൊക്കെ കൂടി അണ്ണന്റെ വീട് അടിച്ചു പൊളിക്കും. പിന്നെ സൂര്യയാണ് കൊന്നതെന്ന് പറഞ്ഞ് കേസ് നടക്കുന്ന സമയത്ത് അണ്ണനെ കൊലക്കേസിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കയറ്റും. അങ്ങനെ ജയിലിൽ നിന്ന് അണ്ണന് മനസ്സിലാവുകയാണ് കോടതി വഴി നീങ്ങിയാലൊന്നും കാര്യമില്ല, പോൺഹബ് പൂട്ടിക്കാൻ ഞാൻ തന്നെ നേരെ ഇറങ്ങണമെന്ന് പറഞ്ഞ് അണ്ണൻ നേരെ പോൺഹബിന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പതാ വില്ലനും ടീംസും 500 വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാവും. ഓ മൈ ഗോഡ്, അണ്ണന്റെ നാട്ടിലെ പെണ്ണുങ്ങളുടെ മാനം 81% അപ്ലോഡായി. 500 പെണ്ണുങ്ങളെ രക്ഷിക്കാൻ ഇനി അണ്ണന് മാത്രമേ സാധിക്കൂ. അതോടെ അണ്ണൻ അവിടെ ഫുൾ അടിയാവും. അവന്മാരെ മൊത്തം അടിച്ചു പപ്പടമാക്കും. എന്നിട്ട് പോൺഹബിന്റെ സെർവർ അണ്ണൻ അടിച്ചു പൊട്ടിക്കും. അപ്ലോഡ് ഫെയിൽഡ്. അവസാനം സൂര്യ വില്ലനെ ഗാങ്ങിനെ മൊത്തം അടിച്ചു വീഴ്ത്തി ഇവന്മാരുടെയൊക്കെ അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തി 1/2 മണിക്കൂർ കൾച്ചറൽ എഡ്യൂക്കേഷൻ ക്ലാസ് എടുത്ത് കൊടുക്കും. പിള്ളേർ അങ്ങനെ വളർത്തണം, പിള്ളേർ ഇങ്ങനെ വളർത്തണം എന്നൊക്കെ പറഞ്ഞു. ഈ ക്ലാസ് ഒന്നും കേട്ട് സഹിക്കാൻ വയ്യാതെ ആ പാനസ് തന്നെ പിള്ളേരൊക്കെ തല്ലിക്കൊന്ന് അവിടുന്ന് പോവും. ഇതെല്ലാം കണ്ടു നിന്ന അണ്ണന്റെ ജൂനിയർ അവസാനം ഒരു സല്യൂട്ടും അങ്ങ് വെച്ചു കൊടുക്കും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസുതാരദാസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻട്രി കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.